പോയവർ. കടൽ കാണാൻ പോകാം നമുക്ക്, വന്നെൻ്റെ കരം പിടിക്കുന്നു, കിടാങ്ങൾ കൊഞ്ചുന്നു. കടൽ കണ്ടിട്ടില്ല വരികമ്മേ കാട്ടിത്തരൂ, ഞാൻ മിണ്ടാതെ നിനച്ചു നിൽക്കുന്നു. ഇവരെ മട്ടിൽ കടൽ കാണിക്കേണ്ടു, ഇവരെ മട്ടിൽ കടൽ കാണിക്കേണ്ടു. ഇവർ കണ്ണില്ലാത്ത കിടാങ്ങളല്ലയോ. ചിരികളിമേളം തകർത്തും പാട്ടുമായി ഒരു ദിനം ഞങ്ങൾ കടൽ കരയെത്തി. അവർ കണ്ണില്ലാത്തോർ പതുക്കെ ചോദിപ്പു, മുഴങ്ങി കേൾപ്പതെന്ത് ഇവിടെല്ലാം അമ്മേ. അത് കടലിൻ്റെ മഹാനാദം. മിണ്ടാതവ ചെവിയോർത്തു പകച്ചു നിൽക്കുന്നു. തിരക്കയ്യാൽ തൊട്ടു തലോടുമ്പോൾ ആർത്തു വിളിച്ചു കൈകൊട്ടി ചിരിച്ചു തുള്ളുന്നു. രുചിച്ചു നോക്കുവിൻ പറവു ഞാൻ, കോരിക്കുടിക്കുന്നു തുപ്പിക്കളഞ്ഞുറക്കനെ. ചിരിച്ചും കൊണ്ടവർ വിളിച്ചു ചൊല്ലുന്നു, കടലേ മോശം നിൻ പെരുവെള്ളം മോശം, കുടിനീരല്ലിതു വെറും ഉപ്പാണയേ. ഉടുപ്പെല്ലാം നനഞ്ഞിതാ മുടി നനഞ്ഞുറക്കെ ആഹ്ലാദം തിരയടിക്കുമ്പോൾ ചിരിയിലൂടെയാണവർ ചോദിക്കുന്നു, പറയുക കടൽ നിറമെന്താണമ്മേ. വലുതാണോ കടൽ പറഞ്ഞു തന്നാലും തിരകൾക്കെന്താണോ നിറം, പറയുക പറയുകമ്മേ എന്നവർ ശഠിക്കുന്നു. കവിഞ്ഞാൻ വാക്കില്ലാതുഴറി നിൽക്കുന്നു, പറയുവതെന്ത് പറയുവതെന്ത്. കടലാകാശം പോൽ വലുതെന്നോ നിറമവയ്ക്കൊന്നാണെന്നോ, വലുതെന്നാലെന്ത് തിരകൾ. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചഞ്ച് എന്ന ഒരു കവിതയാണ് ഞാൻ ആലപിക്കുന്നത്. ചേതന പോലവേ കാത്തതല്ലേ ചേച്ചിയെ ചേലണി പാവകളെ, ചേറാണ്ടൊരെന്റെ കൈ തൊട്ടുപോയാലൊട്ടു ചേതം വരുമെന്നു ചൊന്നതല്ലേ. എന്തിനെ പിന്നെ നീ എന്റെ മുൻപിൽ ലിമ്മനോഹാരിത വെച്ചു തന്നു, തേരോടിക്കാറ്റിനായി വെച്ചുകന്ന പൂ വാരിക്കൊടുക്കുന്ന വള്ളി പോലെ. എന്തിനെ ചേച്ചിതൻ പുസ്തകങ്ങളെന്നലമാരിയിൽ കൊണ്ടുവച്ചു, നിത്യം പെറുന്ന മയിൽ പീലിക്കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ. നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പടുങ്കുമാല, ഊരിത്തരേണ്ട പെൺകുട്ടികൾക്കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ. നീ എന്താണിങ്ങനെ മൂകയാവാൻ, നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ. ഇങ്ങനെ ഇങ്ങനെയാകിലേ നല്ലുവെന്നെന്നും കലമ്പിയോ നിന്നോടമ്മ. ഇന്നലെ തെക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ, എന്നുള്ളിലപ്പോരൊരീശൻ എന്തോ താനാണമ്മ വിളിച്ചതു നിന്നെ മാത്രം.
ക്ലാവുകളെന്ന പോലെ നിന്നെ വിളിച്ചു വരുത്തിയമ്മ. പിന്നാലെ വേണ്ടാതെ ഞാനുമെത്തി. എന്നെ കതിയിലൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോളൊന്നിടിക്കാൻ എൻ മനസ്സിൽ വന്നു. ആളൊഴിഞ്ഞന്തി നമ്മുടെ കൊറോണയെ ചെറുത്തു നിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ശാസ്ത്ര സമൂഹം കൊറോണയെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചവർ വളരെ വലിയ പ്രശംസ തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. കൊറോണ നമ്മെ പഠിപ്പിച്ചത് വെല്ലുവിളികൾ നിർഭയമായി നേരിടാനുള്ള മനുഷ്യരാശിയുടെ ആർജവത്തെ കുറിച്ചാണ്. ഇന്ന് നാം ഒത്തൊരുമിച്ച് മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയായ ഒരു മഹാമാരിയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ മഹാഭാരതത്തിൽ അർജുനന്റെ പ്രതിജ്ഞ നമുക്ക് എടുക്കാം. നഹ ദൈനം നഹ പലായനം. അതെ, തിരിഞ്ഞോട്ടമില്ലാതെ ഭയപ്പെടാതെ മുന്നോട്ട് മാത്രം, എന്നും മുന്നോട്ട് മാത്രം. ഇനി എത്രത്തോളം വലിയ മഹാമാരികൾ വന്നാലും നാം ഒത്തൊരുമിച്ച് അതിനെ ചെറുത്തു നിൽക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. പഴകിയോരോർമ്മയാൽ മിഴിനീര് വാർക്കും. പഴകിയോരോർമ്മയാൽ മിഴിനീര് വാർക്കും. പാഴിരുൾ തറവാടൻ മുന്നിൽ ഒരിക്കൽ കൂടി തിരുമുറ്റത്തെത്തുന്നു. ഓണനിലാവും ഞാനും, ഈ ഓണനിലാവും ഞാനും. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരീ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ഉണ്ണിക്കാലടികൾ പിച്ച നടന്നൊരീ മണ്ണിനെ ഞാനിന്നും സ്നേഹിക്കുന്നു. ആർദ്രമാം ചന്ദന തടിയിലെരിഞ്ഞൊരൻ അച്ഛന്റെ ഓർമ്മയെ സ്നേഹിക്കുന്നു. അരത്തുടം കണ്ണീരത്താഴം വിളമ്പിയോരമ്മ തന്നോർമ്മയെ സ്നേഹിക്കുന്നു. ഞാനമ്മ തന്നോർമ്മയെ സ്നേഹിക്കുന്നു. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. ആരോ കമഴ്ത്തി വെച്ചോരോട്ടുരുളി പോലെ ആകാശത്താവണി തിങ്കൾ. നീലരാവിൻ ജ്വാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ
ഗസലിന്റെ ഓർമ്മയായി മുല്ല തന്നുവിടർന്നു കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം കാവുകൾ നീളെ പടർന്നു നീലരാവിൻ ജ്വാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു നാണം കലർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാന്ത്രമായി തളർന്നു നാണം കലർന്നൊരി കായലിൻ നെഞ്ചകം പ്രേമാന്ത്രമായി തളർന്നു കളകളനോപുരം മുഖരിത പുളിനങ്ങൾ കളകളനോപുരം മുഖരിത പുളിനങ്ങൾ ലാസ്യമതാ ലസമായി നീലരാവിൻ ജ്വാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു സുഗന്ധി മലരുകൾ സ്വപ്നം കാണും ഹൃദയത്തിൻ താഴ്വരയിൽ സുഗന്ധി മലരുകൾ സ്വപ്നം കാണും ഹൃദയത്തിൻ താഴ്വരയിൽ വീടൊരുക്കി വിരുന്നൊരുക്കി വീടൊരുക്കി വിരുന്നൊരുക്കി വിശ്വശില്പി നിനക്കായി ഞാൻ സുഗന്ധി മലരുകൾ സ്വപ്നം കാണും ഹൃദയത്തിൻ താഴ്വരയിൽ ഓർമ്മയിൽ നീയൊരു ഓളവുമായി ഒഴുകി ഒഴുകി വരുമോ വീണ്ടും ഓർമ്മയിൽ നീയൊരു ഓളവുമായി ഒഴുകി ഒഴുകി വരുമോ വീണ്ടും ഓ മനക്കിങ്ങിണി കാറ്റിൽ കോടി ഓ മനക്കിങ്ങിണി കാറ്റിൽ കോടി ഒതുങ്ങി കുണുങ്ങി നീ വരുമോ ഓ മനക്കിങ്ങിണി കാറ്റിൽ കോടി ഒതുങ്ങി കുണുങ്ങി നീ വരുമോ സുഗന്ധി മലരുകൾ സ്വപ്നം കാണും ഹൃദയത്തിൻ താഴ്വരയിൽ എൻ പ്രാണനാഥനെ നിന്നെയുമോർത്തു ഞാൻ ഈ വഴിത്താരയിൽ നിന്നിരുന്നു എൻ പ്രാണനാഥനെ നിന്നെയുമോർത്തു ഞാൻ ഈ വഴിത്താരയിൽ നിന്നിരുന്നു ഹൃദയമാം കുമ്പിളിൽ പൂക്കളുമായി ഹൃദയമാം കുമ്പിളിൽ പൂക്കളുമായി നീ
വരികില്ലയോ ഹൃദയമാം കുമ്പിളിൽ പൂക്കളുമായി നീ എൻ്റെ ചാരെ വരികില്ലയോ സുഗന്ധി മലരുകൾ സ്വപ്നം കാണും ഹൃദയത്തിൻ താഴ്വരയിൽ വീടൊരുക്കി വിരുന്നൊരുക്കി വിശ്വശില്പി നിനക്കായി ഞാൻ സുഗന്ധി മലരുകൾ സ്വപ്നം കാണും ഹൃദയത്തിൻ താഴ്വരയിൽ. നന്ദി. अहम् आवणी सुनिलस्मि. नारायणीयात् पञ्चपञ्चाशद्दशकाधिकृतं कश्चित् श्लोकानि अहमत्र आलपामि. अधवारिणि घोरतरं वणिनं प्रतिवारयितुं कृतधिर्भगवन् द्रुतमारिततीरगनीपदरं विषमारुतशोषितपर्णचयम् अतिरुह्य पदाम्बुरुहेण च तं नवपल्लवतुल्यमनोज्ञरुचा हृतवारिणि दूरतरं न्यपता परिघूर्णितघोरतरङ्गगणे भुवनत्रयभारभृतो भवतो गुरुपारविकम्बि विजृम्भिजला परिमज्जयति स्म धनुष्शतकं तडिनी झडदि स्फुटघोषवती हततिक्षु पितिक्षु परीक्षुभिद भ्रमितोदरवारि निनादभरै उदगादुदगादुरगाधिपतिस्त्वदुपान्दमशान्दरुषान्दमना फणशृङ्गसहस्रविनिस्रमरज्वलदग्निगणोग्रविशाम्भुधरं पुरद फणिनं समलोकयदा बहुशृङ्गिणमञ्जनशैलमिव ज्वलदक्षि परीक्षरतुग्रविशश्वसनोष्मभरः समहाभुजगा परिदश्य भवन्दमनन्दबलं समवेष्टयतस्फुटजुष्टमुहो अविलोक्य भवन्दमदाकुलिते तटगामिनि बालगतेनुगणे व्रजगेहतलेऽप्यनिमित्यशतं समुदीक्ष्य गदा यमुनां पशुपाः. नमस्ते. I am Rosemaria, studying in 8th standard. Good morning to respected teachers and all my dear friends. Today, I am going to speak about the importance of agriculture and farmers in our country. Agriculture is the backbone of our country. It acts as a major source of income in many countries along with India. More than 50% of Indians' population is dependent on agriculture. Our country, India, was the world's largest producer of fresh fruit like mango, guava, banana, etc. India also produces spices, fruits and vegetables. Food is one of the basic necessities of human being. Hence, more and more people should focus on agriculture for their source of income. The food which we get to eat daily is the gift of hard work of farmers. They have to face loss in agriculture due to heavy rainfall, less rainfall, or other factors like attack of locust swarms. We as a society must respect the farmers and appreciate their hard work. If they stop working, we won't get enough food. George Washington had rightly said that agriculture is the most helpful, most useful, and most noble employment of man. Agriculture has lot of advantages, but it has some disadvantages too. Disadvantages like forest and trees
are cut off for development of agricultural land. River water is diverted for irrigation of farmers. This led to drying of rivers. Government is certainly taking action for growth of agriculture, but it can also do something to avoid the negative impacts of agriculture on the environment. So, let's join together for our future agriculture society. Thank you. The Echoing Green by William Blake. The sun does rise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush, sing louder around to the bell cheerful sound. While our sports shall be seen on the echoing green. Old John with white hair does laugh away care, sitting under the oak among the old folk. They laugh at our play, and soon they all say, such were the joys when we were girls and boys. In our youth time was seen on the echoing green. Thank you. നമസ്കാരം. ഇദാनीं തനകാലः कोरोणाकालः अतीव दुस्सहं भवति. बहवः नियन्त्रणाः भीतिजनकं वार्ताः एतेषां मध्ये एव अस्माकं जीवनः अग्रे गच्छति. तद् अत्यन्तं दुर्घटं भवति. अयं महामारी कोविड् प्रकृतिनिर्मितं वा मनुष्यनिर्मितं वा इति इदानीमपि प्रश्नरूपेण तिष्ठति. कोरोनानन्तरजीवनम् एव तस्य प्रश्नस्य उत्तरम्. वसुदैव कुटुम्बकम् इति आप्तवाक्यस्य मूल्यं कोरोना महामारी अस्मान् बोधयति. सर्वे जनाः विश्वस्य सर्वेषां जनानाम् उन्नयते, पुष्टये तुष्टये च चिन्तनं कुर्वन्ति. कोरोना दुःखकाले सर्वे जनाः उदारचरितानां भावनया कार्याणि कुर्वन्ति. उदारचरितः जनाः सर्वे जनाः सुखिनः भवन्तु इति चिन्तयन्ति. स्वकुटुम्बस्य ऐक्यस्य बन्धनं दृढीकर्तुम् अयं कालः अत्यन्तोपकारमस्ति. जनाः जीवनाय लघु लघुवृत्तिं कर्तुम् आरब्धः. गृहे गृहे कार्षिकवृत्तिम् आरब्धः. प्रकृतिविरुद्धता त्यक्तां प्रकृतिमाश्रित्य जीवितम् आरब्धः. एवं सर्वे जनाः पुनरपि प्रकृतिमाश्रित्य जीवितुम् आरब्धः इति द्रष्टुं शक्यन्ते. सर्वे जनाः स्व आरोग्यवर्धनाय अपि कार्याणि कुर्वन्ति. भक्षण व्यायाम कार्यनितरां श्रद्धां ददाति. शरीरमाद्यं खलु धर्मसाधनम् इति उक्तिमाश्रित्य अग्रे गच्छति. एतानि सर्वाणि कार्याणि कृत्वा जनाः दैनन्दिनजीवने निष्ठां पालयन्ति. आरोग्यविषयानन्तरं शुचित्वस्य कार्ये अपि वा शुचित्वस्य विषये अपि जनाः इदानीं काले श्रद्धा ददाति. व्यक्तिशुचित्वस्य स्वकुटुम्बस्य ग्रामस्य च शुचित्वे बन्धश्रद्धः भवन्ति. यथोचितं मालिन्यवस्तूनां संस्करणमपि यथाविधं कुर्वन्ति. एवं कोरोनानन्तरजीवनस्य सम्यग्गमनाय जनाम् उचितानि कार्याणि कुर्वन्ति. धन्योऽस्मि. കണ്ടോ നാട്ടാരെ കണ്ടോ എന്നാട്ടാരെ ഉണ്ണീരമ്മയെ കണ്ടോരുണ്ടോ കാലമതിക്കാലെ കൂരേന്ന് പോയില്ലേ തിരികെ വന്നൊക്കെ കണ്ടില്ലോ കഞ്ഞി കുടിക്കാണ്ടി പഴം കഞ്ഞി കുടിക്കാണ്ടി കാലം പുലർക്കാലെ പോയതാണ് മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണ്
ഉണ്ണികരയുന്നേ പൊന്നുണ്ണികരയുന്നേ ഉണ്ണിരമ്മായിരങ്ങു പോയി. ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എന്റെ പൂങ്കവിതങ്ങു പോയി. കർക്കിടകപ്പെട്ടിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിരമ്മ. ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എന്റെ പൂങ്കവിതങ്ങു പോയി. ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എന്റെ പൂങ്കവിതങ്ങു പോയി. എന്റെ പൂങ്കവിതങ്ങു പോയി. എന്റെ പൂങ്കവിതങ്ങു